നൂബിയ എന്ന ബ്രാൻഡിൻ്റെ നൂബിയ Z50s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നൂബിയ Z50s എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂബിയ Z50sൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. ഈ ഫോൺ ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു ഫോണിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. DTS-X അൾട്രയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളിൽ 3.5mm ഓഡിയോ ജാക്ക് വരാറില്ല. പക്ഷേ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. സോണി IMX 787 സെൻസറാണ്. പിന്നെ 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചാൻസ് കുറവാണ്. കാരണം നൂബിയയുടെ അധിക ഫോണുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. നൂബിയയുടെ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഫോണുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. Z സീരീസിൽ വരുന്ന ഫോണുകൾ അധികം ലോഞ്ച് ചെയ്യാറില്ല. പിന്നെ ചിലപ്പം ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നൂബിയയുടെ Z50s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് ഈ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.